വാർത്ത. വേടൻ എന്ന റാപ്പർ കഞ്ചാവുമായി ഇന്ന് പോലീസിന്റെ പിടിയിലായതാണ്. പക്ഷേ തീരുന്നില്ല കുരുക്കുകൾ. വീണ്ടും റാപ്പർ വേടനെ കുരുക്കായി പുലിപ്പല്ലുകൂടി. വേടന്റെ മാലയിൽ പുലിയുടെ പല്ലു കണ്ടെത്തി തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് പുലിപ്പല്ലെന്ന് വേടൻ പോലീസിനോട് പറഞ്ഞു. കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വനംവകുപ്പ് വിശദമായ അന്വേഷണത്തിനായി വേടനെ അല്പസമയത്തിനകം കസ്റ്റഡിയിലെടുക്കും. അതെ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ പരിശോധനയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഈ കഞ്ചാവ് കേസ് എന്ന് പറയുന്നത് ജാമ്യം കിട്ടാവുന്ന കേസാണ്. കാരണം വെറും 6 ഗ്രാമിനടുത്ത് കഞ്ചാവ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ കഴിയും. പക്ഷേ ഈ വന്യജീവികളുടെ പല്ല്, നഖം ഇതൊക്കെ കൈവശം വയ്ക്കുക എന്നത് ജാമ്യമില്ലാ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ കേസായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതായി മാറുന്നത്. വേടൻ കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഹിൽ പാലസ് സ്റ്റേഷന്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് കോടനാട് നിന്നുള്ള റേഞ്ച് ഓഫീസറും സംഘവുമാണ് ആദ്യം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക. പോലീസ് സ്റ്റേഷനിലെത്തി ഈ പിടിച്ചെടുത്തിരിക്കുന്ന വസ്തു അത് യഥാർത്ഥത്തിൽ ഒരു പുലിപ്പല്ല് തന്നെയാണോ എന്നത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇയാൾ പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം അത് ഇവിടെ നിന്നുള്ള, അതായത് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തൃപ്പൂണിത്തുറ സ്റ്റേഷനിലേക്ക് എത്തുന്നതാണ്. അതായത് കോടനാട് നിന്നുള്ള റേഞ്ച് ഓഫീസറും സംഘവുമാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ കാര്യത്തിൽ കൃത്യത വരുത്തേണ്ടത് ഫോറസ്റ്റ് വകുപ്പ് തന്നെയാണ്. വനംവകുപ്പിന്റെ പരിശോധനകളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വനംവകുപ്പ് ആ പിടിച്ചെടുത്തിരിക്കുന്ന വസ്തു പരിശോധിക്കുന്നതിന് വേണ്ടി അത് പുലിപ്പല്ല് തന്നെയാണോ എന്ന കാര്യത്തിൽ കൃത്യത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഇവരെത്തി ഇത് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് വരിക. എന്തായാലും ഫോറസ്റ്റിന്റെ കേസ് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസായിട്ടത് മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? കൂടുതൽ പ്രതികരണത്തിന് ഇപ്പോൾ വനംവകുപ്പിൻ്റെ റേഞ്ച് ഓഫീസർ തയ്യാറായിട്ടില്ല. എന്തായാലും ഇതിലൊരു പരിശോധനയിലേക്ക് വനംവകുപ്പ് പോകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. കോടനാട് നിന്നുള്ള റേഞ്ച് ഓഫീസറും സംഘവുമാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. വേടനെ കസ്റ്റഡിയിലെടുത്ത സമയത്ത് ധരിച്ചിരുന്ന മാലയിൽ ഒരു പുലിപ്പല്ലുണ്ട് എന്നത് പോലീസിന് സംശയം തോന്നുകയും അത് സംബന്ധിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന രീതിയിൽ അവിടെ നിന്ന് വാങ്ങിയതാണ് എന്നത് വേടൻ പോലീസിന് മൊഴി നൽകിയത്. സ്വാഭാവികമായും ഇതൊരു ഫോറസ്റ്റ് ഒഫൻസാണ്. അങ്ങനെയാണ് പോലീസ് വനം വകുപ്പിനെ വിവരമറിയിക്കുന്നത്. ഇപ്പോൾ വനം ഉദ്യോഗസ്ഥർ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തേണ്ടത്. അതായത് ഇത് പുലിപ്പല്ല് തന്നെയാണ് എന്ന കാര്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ വനം വകുപ്പിൻ്റെ കേസ് കൂടി വേടനെതിരെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു ജാമ്യമില്ലാ കുറ്റമായി മാറുകയും കൂടുതൽ കടുത്ത ശിക്ഷണ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ്, അതായത് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ചെറിയ കഞ്ചാവ് കേസാണെങ്കിൽ ഇത് വലിയ കേസായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റാപ്പർ വേടനെ സംബന്ധിച്ചിടത്തോളം മാലയിൽ ഉണ്ടായിരുന്നത് പുലിപ്പല്ലാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിലെത്തി പിടിച്ചെടുത്ത വസ്തു അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമത്തിലേക്ക് അവർ പോയിരിക്കുകയാണ്. ദിവിഷ്, ഇതിൽ ഈ വേടനൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇവർ ഈ സംഗീത രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണോ? അവർ ഈ ആകെ 6 ഗ്രാമിൽ താഴെ മാത്രമാണോ ഇവരിൽ നിന്ന് എല്ലാവരുമായി പിടിച്ചെടുത്തിട്ടുള്ളത്? അവരെ ജാമ്യത്തിൽ ഇന്ന് തന്നെ അവർ ജാമ്യത്തിൽ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമോ? വേടൻ ഈ കേസിൽ, ഇപ്പോൾ വനംവകുപ്പിന്റെ കേസിൽ വേടനെ കുരുക്ക് മുറുകിയാലും? മൊത്തം 9 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 9 പേരുടെ കൈവശത്ത് നിന്നാണ് ഏതാണ്ട് 6.5 ഗ്രാമോളം കഞ്ചാവ് പിടിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് എന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ റാപ്പർ വേടനെ സംബന്ധിച്ചിടത്തോളം ലഹരിക്കെതിരെ വലിയ സന്ദേശങ്ങൾ നൽകുക, വലിയ പ്രസംഗങ്ങൾ നടത്തുക, യുവാക്കളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന ഒരു കള്ള നാണയമാണ് ഇന്ന് പോലീസിൻ്റെ റെയ്ഡിൽ പൊളിഞ്ഞ് പാളീസായിപ്പോയത്. കാരണം പുറത്ത് സമൂഹത്തിന് മുന്നിൽ വന്ന ലഹരിക്കെതിരെ വലിയ പ്രസംഗങ്ങൾ നടത്തുകയും ഇന്ന് സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിലടക്കം ഇടുക്കിയിൽ വലിയ റാപ്പ് സംഗീതം അവതരിപ്പിക്കേണ്ട ആളായിരുന്നു ഈ വേടൻ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ലഹരിക്കെതിരെ തുടർച്ചയായി വലിയ പ്രസംഗങ്ങൾ നടത്തുക, ലഹരി ഒക്കെ അടിമകളാകരുത് എന്ന് യുവാക്കളെ ബോധവൽക്കരിക്കുക, അതിനുശേഷം അടച്ചിട്ട മുറിക്കുള്ളിലിരുന്ന് കഞ്ചാവ് വലിക്കുക. ഇതാണ് ഇവിടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേടനും ഒപ്പമുണ്ടായിരുന്ന 9 പേരും അവർ ഈ സംഗീത ട്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ആ സംഗീത ട്രൂപ്പിൻ്റെ ഭാഗമായിരുന്നവർ ഒരു സംഗീത പരിപാടിക്ക് പോകുന്നതിന് മുൻപായിട്ടുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ആ
സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തുകയും ഈ റാപ്പർ വേടനെയും സംഘത്തെയും പൊക്കിയിരിക്കുന്നത്. ഇപ്പോൾ കഞ്ചാവ് കേസിനേക്കാൾ വലിയ കടുത്ത നടപടി ഒരുപക്ഷെ വരാൻ പോകുന്നത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നായിരിക്കും. ഇത് പുലിപ്പല്ല് തന്നെയാണ്, കഴുത്തിൽ ധരിച്ചിരുന്നത് പുലിപ്പല്ല് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അത് കടുത്ത കേസായി മാറുകയും ചെയ്യും. എന്തായാലും ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ